നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. പുകവലിക്കാരെയും പാൻ മസാല ഉപയോഗിക്കുന്നവരെയും കാത്തിരിക്കുന്നത് കടുത്ത വിലക്കയറ്റമാണ്. സിഗരറ്റുകളുടെ നികുതി ഘടന പരിഷ്കരിച്ചുകൊണ്ട് ഫെബ്രുവരി 1 മുതൽ പുതിയ എക്സൈസ് ഡ്യൂട്ടി പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതോടെ സിഗരറ്റ് വിലയിൽ 20 മുതൽ 30% വരെ വർധനവുണ്ടാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. GST നിരക്കുകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. നിലവിലുണ്ടായിരുന്ന കോമ്പൻസേഷൻ സെക്സ് ഒഴിവാക്കി പകരം പുതിയ എക്സൈസ് ഡ്യൂട്ടിയും ഹെൽത്ത് സെക്സും നടപ്പിലാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം സിഗരറ്റ് വിലയുടെ 75% നികുതിയായി ഈടാക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ നിലവിൽ ഇത് 53% മാത്രമാണ്. പുകയില ഉപയോഗം മൂലം രാജ്യത്തിനുണ്ടാകുന്ന ഭീമമായ ആരോഗ്യ ചെലവുകൾ കണക്കിലെടുത്താണ് നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയ സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പ്രകാരമാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. സിഗരറ്റ് നിർമ്മാതാക്കളായ കമ്പനികൾ ഈ നികുതി ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറുന്നതോടെ അടുത്ത മാസം മുതൽ കടകളിൽ സിഗരറ്റിന് വില കുതിച്ചുയരും. ഇനി സിഗരറ്റിന്റെ വില വർദ്ധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സിഗരറ്റിന്റെ നീളവും അത് ഫിൽട്ടർ ഉള്ളതാണോ അല്ലയോ എന്നതും നോക്കിയാണ് പുതിയ നികുതി നിശ്ചയിച്ചിരിക്കുന്നത്. 1000 സിഗരറ്റുകൾക്ക് ഈടാക്കുന്ന അധിക നികുതി ഇനി താഴെ പറയുന്ന വിധമാണ്. 65 മില്ലിമീറ്ററിൽ താഴെ ഫിൽട്ടർ ഇല്ലാത്തതാണെങ്കിൽ 2050 രൂപയും, 70 മുതൽ 75 മില്ലിമീറ്റർ ഫിൽട്ടർ ഉള്ളതാണെങ്കിൽ 5400 രൂപയും, മറ്റു വിഭാഗങ്ങൾക്ക് 8500 രൂപ വരെയുമാണ് നികുതി നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി സിഗരറ്റുകളുടെ അടിസ്ഥാന എക്സൈസ് നികുതിയിൽ മാറ്റമില്ലായിരുന്നു. ഇത് ഒരു സിഗരറ്റിന് 1 പൈസയിൽ താഴെ മാത്രമായിരുന്നു. ഈ തുച്ഛമായ തുക വർദ്ധിപ്പിക്കുന്നതിലൂടെ പുകയില ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത്. പുതിയ GST നിരക്കുകൾ ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുകയില ഉൽപ്പന്നങ്ങളുടെ GST നിരക്കുകൾ ഇങ്ങനെയായിരിക്കും. സിഗരറ്റ്, പാൻ മസാല, പുകയില 40% GST, ബീഡി 18% GST. പാൻ മസാലയ്ക്ക് GSTക്ക് പുറമെ പുതുതായി ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സെക്സ് കൂടി നൽകണം. പാൻ മസാലയുടെയും ഗുഡ്കയുടെയും ഉൽപാദനം കൃത്യമായി നിരീക്ഷിക്കാൻ മെഷീൻ അധിഷ്ഠിത നികുതി പിരിവ് രീതിയും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാക്കിംഗ് മെഷീൻ അടിസ്ഥാനമാക്കി നികുതി. ചൂയിങ് പുകയില, ചർദ, ഗുഡ്ക തുടങ്ങിയവ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ ഇനി നികുതി കണക്കാക്കുന്നത് ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവിടെയുള്ള പാക്കിംഗ് മെഷീനുകളുടെ എണ്ണവും ശേഷിയും അടിസ്ഥാനമാക്കിയായിരിക്കും. നിർമ്മാതാക്കൾ എല്ലാ മെഷീനുകളും സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം. മെഷീന്റെ വേഗതയും ഉൽപാദന ശേഷിയും അനുസരിച്ച് നികുതി നിശ്ചയിക്കും. ഓരോ മാസവും 6-ാം തീയതിക്കുള്ളിൽ നികുതി അടയ്ക്കണം. ഉൽപാദനം കുറച്ചു കാണിച്ച് നികുതി വെട്ടിക്കുന്നത് തടയാനാണ് ഈ മെഷീൻ അധിഷ്ഠിത രീതി കൂടി പാസാക്കുന്നത്.